ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമായ അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം കേടുകൂടാതെ ഉപയോഗിക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് തുടങ്ങാം. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത കശുവണ്ടി അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഇട്ട് മൂപ്പിച്ച് തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചേർത്ത് കൊടുത്ത കശുവണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങാ നുറുക്കാണ്. ഇവിടെ നമ്മൾ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് അതിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതോടൊപ്പം ചേർത്തതിന് ശേഷം തേങ്ങയുടെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാ നുറുക്കം മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും നമുക്കിതും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ശേഷിച്ച 2 ചേരുവകൾ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, 1 ടീസ്പൂൺ എള്ള്, അതുപോലെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഇവ രണ്ടും നമുക്ക് ഈ അവസരത്തിൽ ഒരുമിച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. ഒരു കാര്യം, ഇവിടെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കശുവണ്ടി ആയാലും ഉണക്കമുന്തിരി ആയാലും അതുപോലെ എള്ള്, തേങ്ങാ നുറുക്ക്, പൊട്ടുകടല ഇതിൻ്റെയൊക്കെ അളവിൽ അല്പസ്വല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വേണം ഈ 4 ചേരുവകളും ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ എല്ലാം വറുത്ത് മാറ്റി കഴിഞ്ഞ് അടുത്തതായിട്ട് നമുക്കൊരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം. ശേഷം ഇതിലേക്ക് 200 ഗ്രാം ശർക്കര 100 ml വെള്ളത്തിൽ പാനി കാച്ചി അരിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 7 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ശർക്കര പാനി അത്യാവശ്യം തിളച്ച് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു ശർക്കര പാനിയെല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് ചെറിയ തോതിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഈ കാണുന്നത് പോലെ ഒരു തേൻ പരുവം, ഈ പരുവമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷവും വീണ്ടും ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ശർക്കരപ്പാനി തിളച്ച് വരുന്നത് വരെയും തീ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ആദ്യ അവസാനം വരെ തീ ലോ ഫ്ലെയിമിലും ഇട്ട് വേണം നമുക്ക് ഈ ഒരു അവൽ വിളയിച്ചത് തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത തേങ്ങ ശർക്കരപ്പാനിയിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 200 ml കപ്പിൽ 2.5 കപ്പ് അളവിൽ അവൽ ഇട്ട് കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്ത അവൽ ശർക്കര പാനിയുമായി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം രുചി നോക്കിയിട്ട് ശർക്കരയുടെ രുചിയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരല്പം കൂടി അവൽ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതുപോലെ അവൽ ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ശർക്കര പാനിയുടെ പരുവം തന്നെ തെറ്റിപ്പോയെന്ന് വരാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിവിടെ തേങ്ങാ നുറുക്കും അതുപോലെ തേങ്ങായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴിവതും തേങ്ങാ നുറുക്ക് കൂടുതലും തേങ്ങ കുറച്ച് മാത്രവും ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന മറ്റ് ചേരുവകളുടെ ടേസ്റ്റ് കൂടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടുത്തെ സ്ഥിതിയാണെങ്കിൽ ഈ വറുത്ത് മാറ്റി വെച്ച ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒടുവിലായിട്ട് ഇതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അസാധ്യ ടേസ്റ്റ് എന്ന് മാത്രവുമല്ല, തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു ഒരാഴ്ച വരെ യാതൊരു കേടും കൂടാതെ ഇരിക്കുന്ന ഒരു പലഹാരം കൂടിയാണ്. ഒരാഴ്ച എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാരണം ഒരാഴ്ചയിൽ കൂടുതൽ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാനങ്ങ് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.